Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബികോം BBA സ്റ്റുഡൻസിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് എല്ലാ സബ്ജക്ട്സിന്റെയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ QT പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. QTയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ QT പേപ്പർ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പേപ്പറിനെ നിങ്ങൾ 3 പാർട്ടായിട്ട് പഠിക്കണം. നമ്പർ 1, ഏറ്റവും ഈസിയസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് QTയുടെ ബേസിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് തിയറി ചാപ്റ്റർ, ദെൻ കോറിലേഷൻ, റിഗ്രഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പിടിവള്ളി എന്ന് പറയുന്നത് ഈ 3 ചാപ്റ്റേഴ്സ് ആണ്. ദെൻ അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് കട്ട എന്ന് പറയുന്നത് പ്രോബിലിറ്റി ആണ്. അവിടെ നമുക്ക് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ബേസിക്സ് ഓഫ് പ്രോബിലിറ്റി ഉണ്ട്. ആ പ്രോബിലിറ്റിയുടെ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അവസാനം പഠിച്ചാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം പിന്നെ നമുക്ക് LPP, ഈ ഒരു ഏരിയ ലാസ്റ്റ് കട്ട, ഇങ്ങനെ 3 കട്ടയായിട്ട് നമുക്ക് പറയാം. അതില് കഴിഞ്ഞ വർഷം മാത്രമാണ് ആദ്യമായിട്ട് സിലബസ് മാറിയിട്ട് LPP എന്ന് പറയുന്ന ഏരിയ അതിൽ നിന്നൊരു പ്രോബ്ലം SAക്ക് വന്നാൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടില്ല. അതുവരെ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഏരിയാസിൽ നിന്ന് മാത്രമായിരുന്നു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം 4 എസ്സേയില് 1 എസ്സേ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന SI ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് കട്ടയിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 3 കട്ട എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കട്ട QT ബേസിക്സ്, കോറിലേഷൻ, റിഗ്രഷൻ. സെക്കൻഡ് കട്ട എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും മറ്റു കാര്യങ്ങളും. തേർഡ് കട്ട എന്ന് പറയുന്നത് പുതിയ കട്ട LPP, ആ ഒരു കാര്യങ്ങൾ, ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 3 കട്ടയിൽ നിന്നതുകൊണ്ട് ചോദ്യം ഉണ്ടായിരുന്നു. അതിനായിട്ട് മുമ്പ് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 2 കട്ടയിൽ നിന്ന് മാത്രമാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും നമ്മുടെ പിടിവള്ളിയിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 എസ്സേ മിക്കതും കിട്ടും. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു SI ചോദ്യം എന്ന് പറയുന്നത്, എന്നാ പിടിച്ചോ, നിർബന്ധമായും പഠിക്കുക, കോറിലേഷന്റെ പ്രോബ്ലം തന്നെയാണ്. കാൾ പിയേഴ്സൺ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. മിക്ക പേപ്പറിലും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു. നിർബന്ധമായും നിങ്ങൾ നല്ല രീതിയിൽ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ഒരു SI ചോദ്യം എന്ന് പറയുന്നത്. മൂവിങ് ടു നമ്പർ 2 എന്ന് പറയുന്നത് കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ. കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ ഇതിന്റെ പ്രോബ്ലം ആണ്. Y on X X on Y കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിലെ ഏതെങ്കിലും ഒരു SI നമുക്ക് 4 എണ്ണത്തില് നിർബന്ധമായും പ്രതീക്ഷിക്കാം. ദെൻ കഴിഞ്ഞ പ്രാവശ്യം 4 SIയില് 1 തിയറിയും 3 പ്രോബ്ലം ആയിരുന്നു. ചില സമയത്ത് 2 പ്രോബ്ലം 2 തിയറിയും വരാറുണ്ട്, വിരളമായിട്ട്. മിക്ക കേസിലും ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം വന്നത് 1 തിയറിയും 3 പ്രോബ്ലം ആണ്. ഓക്കെ, സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ഞാൻ പറഞ്ഞു മൂന്നാമതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് LPPയിൽ നിന്നുള്ളൊരു പ്രോബ്ലം ആണ്. വളരെ ഈസിയാണ് LPPയുടെ പ്രോബ്ലം. LPPയിൽ നമുക്ക് പ്രോബ്ലം എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്. ലീനിയർ പ്രോഗ്രാമിന്റെ ആദ്യം കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ആ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻ, ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്. അത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം SIക്ക് വന്നത്. ഈസി. പിന്നെ വരുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പൊ എന്താണെങ്കിലും ഈസിയാണ്. ഓക്കെ, സോ ഇത് ആദ്യമായിട്ടാണ് LPPയുടെ ഒരു പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അതിനേക്കാൾ മുമ്പൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം
പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും SAQ മാറി മാറി വരാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് തിയറി ആയിട്ട് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിലേതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷനാണ് മിക്കതും തിയറി ആയിട്ട് അത് 5 മാർക്കിൻ്റെ. ഇപ്പോൾ ബൈനോമിയൽ ഉണ്ട്, ദെൻ പോയിസോൺ ഉണ്ട്. പിന്നെ ആക്ച്വലി ഈ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും ഫിറ്റിംഗ് 2019 മുമ്പ് അഡ്മിഷനുള്ള കുട്ടികൾക്ക് SAQ പ്രോബ്ലം ആയിട്ട് വന്നതായിരുന്നതാണ്. ആഫ്റ്റർ 2019 ഈ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും തിയറിയാണ് മിക്ക പേപ്പറിലും വരുന്നത്. പ്രോബ്ലം അവരിട്ട് കാണുന്നില്ല അങ്ങനെ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു ചോദ്യം. പിന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി കഴിഞ്ഞൊരു 3 വർഷത്തെ പേപ്പർ 3-4 വർഷത്തെ പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ 2 വർഷത്തെ പേപ്പറിൽ അതിലത്തെ തിയറി കാണാറുണ്ട്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, QT എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്, ദെൻ അതിൻ്റെ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഫങ്ഷൻസ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ മൊത്തം നോക്കണം. ദെൻ അതിൻ്റെ യൂസസ് നിർബന്ധമായും പഠിക്കുക. മനസ്സിലാവുണ്ടോ? നിർബന്ധമായും പഠിക്കണം. ഒരു 2 വർഷത്തെ പേപ്പറിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ 2 മാർക്സിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് എന്താണ് QT എന്ന് ചോദിക്കാറുണ്ട്. ഈ സെയിം തിയറി ചോദ്യം ഒരു 2 വർഷത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ പ്രോബ്ലം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു തിയറി ചോദ്യമാണ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ പേപ്പറിലുണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. എക്സ്പ്ലെയിൻ വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്. അപ്പോൾ ഇത് തിയറി ആയിട്ട് 3 ചോദ്യങ്ങൾ, ഇപ്പോൾ 4, 5, 6 ഇത് തിയറി ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുക. ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി, QTയുടെ ബേസിക് തിയറി, വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ദെൻ ഇനി പ്രോബിലിറ്റിയുടെ തിയറി വന്നിട്ടുണ്ട്. തിയറംസ് ഓഫ് പ്രോബിലിറ്റി നമുക്കറിയാം, ഓക്സിമാറ്റിക് അങ്ങനെ കുറച്ച് തിയറംസ് ഇല്ലേ. ആ തിയറംസ് ഓഫ് പ്രോബബിലിറ്റി ഇതൊരു essay ആയിട്ട് വന്നിട്ടുണ്ട്. തിയറംസ് ഓഫ് പ്രോബിലിറ്റി. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. നിർബന്ധമായി നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ SAക്ക് കിട്ടും, ഷുവറാണ്. ഞാൻ പറഞ്ഞു നമ്പർ 1 എന്ന് പറയുന്നത് കോറിലേഷൻ്റെ പ്രോബ്ലം ആണ്. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് മിക്ക പേപ്പറിലും വരാറ്. നമ്പർ 2 റിഗ്രഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം SAക്ക് 100% ഷുവറാണ്. ദെൻ കഴിഞ്ഞ പേപ്പറിലാണ് ആദ്യമായിട്ട് LPPയിൽ നിന്നൊരു പ്രോബ്ലം വന്നേ. ദെൻ ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ തിയറി വരാറുണ്ട്. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പിന്നെ QTയുടെ തിയറി ചോദ്യം വരാറുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ്, യൂസസ്, ദെൻ വാരിയസ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് വന്നിട്ടുള്ളതാണ്. പിന്നെ തിയറംസ് ഓഫ് പ്രോബിലിറ്റി വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ 2 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പ്രോബബിലിറ്റിയുടെ ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. ഒരു പ്രോബ്ലം അത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം. സാധാരണ പ്രോബിലിറ്റിയുടെ ബേസിക്സിൽ നിന്ന് അങ്ങനെ വരാറില്ല. അത് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ബട്ട് നമ്മൾ മെജോറിറ്റി പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ 7 ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ QT പേപ്പറിൽ നമ്മൾ essay പാർട്ടിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ചോദ്യങ്ങൾ, 5 മാർക്സിൻ്റെ റിപ്പീറ്റ് ചോദ്യങ്ങളുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ദെൻ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ടിനെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.